വൈറ്റില ചന്ദർകുഞ്ച് ആർമി ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് അതിലെ ബലക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ മീഡിയ വൺ തുടക്കത്തിൽ മീഡിയ വൺ ആണ് ആദ്യം ആ വാർത്ത നൽകിയത്. നേരത്തെ തന്നെ ഈ വാർത്ത ഫോളോ ചെയ്യുന്ന പ്രേക്ഷകർ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാകും. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഈ ആർമി ഫ്ളാറ്റിൽ ഇന്ന് ഹൈക്കോടതി നിയമിച്ച സമിതി ഇന്നിപ്പോൾ സന്ദർശനം നടത്താൻ ഒരുങ്ങുകയാണ്. എറണാകുളം ജില്ലാ കലക്ടർ NSK ഉമേഷ്, ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ പ്രതിനിധി, പൊതുമരാമത്ത് വകുപ്പ് സ്ട്രക്ചറൽ എഞ്ചിനീയർ തുടങ്ങിയവർ ഉൾപ്പെടെ സംഘത്തിലുണ്ടാകും. ഫ്ളാറ്റിലെ താമസക്കാരുടെ പുനരധിവാസം, ഫ്ളാറ്റ് പൊളിക്കൽ, പുനർനിർമ്മാണം എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ സമിതി ചർച്ച ചെയ്യും. ഫ്ളാറ്റിന്റെ ബലക്ഷയം മീഡിയ വണ്ണാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അഹമ്മദ് മുജ്തബയിലേക്കാണ് കൂടുതൽ വിവരങ്ങൾക്കായി. മുജ്തബ, ഇന്നിപ്പോൾ ഉന്നത സമിതി അവിടെ സന്ദർശിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സന്ദർശന ലക്ഷ്യം ഈ ഫ്ളാറ്റിന്റെ ബലക്ഷയമുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. ഇനി അതിന്റെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് ഇന്നത്തെ സന്ദർശനം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും മീഡിയ വൺ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയാണ്. അത് ഒരുപാട് ആളുകളുടെ ഒരു ജീവൻ തന്നെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും ബലക്ഷയമുണ്ടെന്നൊക്കെ കണ്ടെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ തുടർ നടപടികളിലേക്കൊക്കെ എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക മുജ്തബ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം B-C ടവറുകൾക്കാണ് ബലക്ഷയം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും തൊട്ടടുത്തുള്ള ടവറുകൾക്ക് കൂടി ഈ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് A ടവറിന് കൂടി ബലക്ഷയം ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിലുള്ള വിശദമായ പരിശോധന നടക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും പൊളിക്കൽ സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം, അതോടൊപ്പം തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്നിവയിലേക്ക് കടക്കുക. ഒപ്പം തന്നെ ഈ ഫ്ളാറ്റ് ഉടമകൾക്ക്, അവിടെയുള്ള താമസക്കാർക്ക് ഇതിനകം തന്നെ ഈ വാടക നൽകുന്നതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ പുതിയ ഫ്ളാറ്റിൻ്റെ പ്രത്യേകിച്ച് അതിൽ ചില നടപടിക്രമങ്ങൾ ഹൈക്കോടതി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് പുതിയ ഫ്ളാറ്റ് നൽകുമ്പോൾ സ്വാഭാവികമായും ഇത്രയും കാലം കഴിഞ്ഞ ഫ്ളാറ്റിനകത്തുള്ള അതിനേക്കാൾ കൂടിയ തുകയ്ക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ അതൊരു സമിതി പരിശോധിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വാടക നിർണ്ണയിക്കാം. ഒപ്പം തന്നെ പുതിയ ഫ്ളാറ്റിൻ്റെ വില സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും അത്തരം ആശങ്കകൾ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച് 23-ന് ഒരു വിശദമായ ജനറൽ ബോഡി ചേർന്ന ശേഷമായിരിക്കും ഫ്ളാറ്റ് ഉടമകൾ അത് സംബന്ധിച്ചൊരു നിലപാട് പറയുക. ഇന്നിപ്പോൾ സന്ദർശനം നടക്കുന്നത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ്. ആ സമിതിയിൽ നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ സ്ട്രക്ചറൽ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഒപ്പം തന്നെ നഗരസഭയിലെ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ ഈ AWH ഫ്ളാറ്റ് നിർമ്മിച്ച അധികൃതരുണ്ട്. അത്തരത്തിൽ സമഗ്രമായ ഒരു സമിതി ഈ ഫ്ളാറ്റ് പൊളിക്കുമ്പോൾ ചില നടപടിക്രമങ്ങൾ ആദ്യം തന്നെ അതിൻ്റെ പ്രാരംഭ നടപടികൾ എന്നോണം ചില പരിശോധനകൾ നടത്തുന്നുണ്ട്. കാര്യം തൊട്ടടുത്തുള്ള മറ്റു ഫ്ളാറ്റുകൾ അതോടൊപ്പം തന്നെ സമീപവാസികൾ ഇതിനൊന്നും കേടുകൂടാത്ത രൂപത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി, നമുക്കറിയാം മുമ്പ് എറണാകുളത്ത് 2 ഫ്ളാറ്റുകൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പൊളിച്ചപ്പോൾ സ്വീകരിച്ചതുപോലെയുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റു അനുബന്ധ നടപടിക്രമങ്ങൾ ഏത് തരത്തിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്, ഒപ്പം തന്നെ അവിടുത്തെ സമീപവാസികളുടെ അഭിപ്രായം ഉൾപ്പെടെ സ്വരൂപിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള യോഗത്തിന് ശേഷം ഇന്നിപ്പോൾ ഈ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഫ്ളാറ്റ് നിൽക്കുന്ന വൈറ്റില ഭാഗത്തേക്കുള്ള ഈ സമിതിയുടെ സന്ദർശനം നടക്കുന്നത്. എന്തായാലും 10-11 മണിയോടുകൂടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതി അവിടെ സന്ദർശനം നടത്തും. സ്വാഭാവികമായും 2 പ്രതിനിധികളാണ് ഇപ്പോൾ ഫ്ളാറ്റ് ഉടമകളെ പ്രതിനിധീകരിച്ച് ഈ സമിതിയിലുള്ളത്. അതിനുശേഷം കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ വിപുലമായ അഭിപ്രായ ക്രോഡീകരണം ഉണ്ടാകണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇന്നിപ്പോൾ ഈ സമിതി സന്ദർശനം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളുടെ അല്ലെങ്കിൽ ആ താമസക്കാരുടെ ഫ്ളാറ്റിലുള്ള താമസക്കാരുടെ ആവശ്യങ്ങൾ കൂടി കേൾക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ അവരുടെ ആശങ്ക അകറ്റാനുള്ള മറ്റ് നടപടിക്രമങ്ങളും ഉണ്ടാകും. ജിൽസി. ശരി മുജ്തബ, എന്തായാലും ഈ ഫ്ളാറ്റ് അത് പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് കൂടെ എത്തേണ്ടതുണ്ട്. ആ ഫ്ളാറ്റ് സന്ദർശിച്ച് ഇന്നിപ്പോൾ ആ സമിതി അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എടുത്തേക്കും. മരടിലൊക്കെ ഫ്ളാറ്റ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പൊളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ബലക്ഷയമുള്ള ഈ ഫ്ളാറ്റിൽ ഇനി താമസയോഗ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ അത് പൊളിച്ചു മാറ്റുക, പിന്നീടുള്ള പുനർനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും പ്രധാനമായും സമിതി ഇന്നിപ്പോൾ വിഷയമാക്കുക.